2011 മോഡൽ ഇന്നോവ, ടൊയോട്ട ഇന്നോവ. ഇത് വണ്ടി ഇപ്പോൾ കുറച്ച് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ വണ്ടിൻ്റെ ഒരു എൻജിൻ ബേ ഒന്ന് കണ്ടു നോക്കാം. നേരെ ഈ ഭാഗത്തൊന്ന് ഈ ക്ലിപ്പുണ്ട്, റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതാണ് ഈ വണ്ടിൻ്റെ ഒരു എൻജിൻ ബേ എന്ന് പറഞ്ഞാൽ വെച്ചാൽ 2500 cc ഇൻ്റർകൂളർ എഞ്ചിനാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. എഞ്ചിൻ്റെ കാര്യമുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഫുഡ് അത്യാവശ്യം നല്ല വെയിറ്റുള്ളൊരു ഫുഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഇന്നോവൻ്റെ ഈ ഒരു സൗണ്ട് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. എൻജിൻ സൗണ്ട്, അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടിങ് സൗണ്ടൊക്കെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് കേട്ടോക്കാം. ആ ഒരു സൗണ്ട് മെയിൻ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ് ഈ ഇന്നോവ അതുപോലെ ഫോർച്യൂണറിൻ്റെയൊക്കെ ആ ഒരു എൻജിൻ നോയ്സ്. അത് ഭയങ്കര കേൾക്കാൻ രസമുള്ളൊരു സംഭവം തന്നെയാണ്, ഡീസൽ എൻജിൻ. അപ്പോൾ അത്രയൊക്കെയാണ് ഈ വണ്ടിൻ്റെ എൻജിൻ ബേയിൽ വരാനായിട്ടുള്ളത്. അതിന് തന്നെ ഈ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ അതിന് തന്നെ ഈ വണ്ടിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ വണ്ടിൻ്റെ ആ ഒരു കളറും ആ ഒരു ഗ്രാഫിക് ഡിസൈൻസുമാണ്. ഇത് ഫുള്ളി ഹാൻഡ് മെയ്ഡായിട്ട് വരച്ച് ചെയ്തൊരു ഗ്രാഫിക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ വണ്ടിൻ്റെ ഹെഡ്ലൈറ്റ്സ് പ്രൊജക്ടർ ഹെഡ് ലാംപ്സാണ് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ മാർക്കറ്റിൽ തന്നെ അതിന് മെട്രിക്സ് LED ഒക്കെ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഐബീമിൻ്റെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഈ വണ്ടിൻ്റെ ബമ്പറിന് ഭാഗത്ത് നോക്കുമ്പോൾ ഇതാണ് വണ്ടിയിൽ വന്നിട്ടുള്ള ബമ്പർ. ലെക്സസ് കിറ്റിൽ വരുന്ന ബമ്പറാണ് ഈ വണ്ടിക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഗ്രില്ലിൻ്റെ ഭാഗമൊക്കെ ഒരു പിയാനോ ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ ഈ ഭാഗത്ത് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് വണ്ടിൻ്റെ ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോട്ട് LEDs ആയിട്ട് ഈ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഇപ്പുറം സൈഡ് വരുമ്പോൾ നേരത്തെ അതുപോലെ തന്നെ സെയിം. പിന്നെ നേരെ വണ്ടിൻ്റെ വീൽസിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഇതാണ് വണ്ടിയിലെ വീൽസ് വന്നിട്ടുള്ളത്. 15 ഇഞ്ചിൻ്റെ വീൽസാണ് വണ്ടിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീൽ ആർച്ചസ് ഒക്കെ വണ്ടിക്ക് എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ സൈഡ് വ്യൂ മിറർക്ക് നോക്കുമ്പോൾ ടേൺ ഇൻഡിക്കേറ്ററോട് കൂടിയുള്ള ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിറേഴ്സാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരെ വണ്ടിയുടെ സൈഡ് നോക്കുമ്പോൾ ആ സൈഡിലും ആ സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട്. ആ കിറ്റിൽ വരുന്ന ആ ഒരു സ്കേർട്ടിങ് വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മണീസിലെ മാസ്റ്റർ പീസ് വെച്ചിട്ടുള്ള ആ ഒരു ഗ്രാഫിക് ഡിസൈനൊക്കെയാണ് അടിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് കാണാം. അതുപോലെ തന്നെ മണീസ് ഇവിടെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ആ ഒരു ഗ്രാഫിക്സ് ആണ് ഈ വണ്ടിയിൽ മെയിനായിട്ട് ഒരു ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. ഈ സൈഡിലാണെങ്കിലും ഫ്രണ്ട് ഭാഗത്താണെങ്കിലും മെയിൻ ഹൈലൈറ്റ് ഈ വണ്ടി ഒരു നോർമൽ ഒരു വൈറ്റ് വണ്ടിയാണ്. പക്ഷേ ആ ഗ്രാഫിക്സ് കൂടി വന്നപ്പോൾ ഒരു അടിപൊളി ലുക്ക് തന്നെയാണ് ഈ വണ്ടിക്കുള്ളത്. പിന്നെ ബാക്കിലും സെയിം 15 ഇഞ്ച് വീൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ ഈ ഭാഗത്തായിട്ട് ഫ്യൂലിറ്റിൻ്റെ ഓപ്പണർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ റിയർ പ്രൊഫൈൽ കയറുമ്പോൾ ഇതാണ് ഈ വണ്ടിൻ്റെ റിയർ എന്നുള്ളൊരു വ്യൂ. കിലോ ബമ്പേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ലെക്സസ് കിറ്റിൽ വരുന്ന ബമ്പേഴ്സ് തന്നെയാണ് ബാക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ആ ഡോട്ട് LEDs കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് എയർ വണ്ടിൻ്റെ ഒരു ഓപ്ഷൻ, പിന്നെ അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു മെട്രിക്സ് റിഫ്ലക്ടർ LED കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് അത്യാവശ്യം നല്ല ലോവറായ ഒരു ഫീലിന് ഈ ബമ്പറിനുണ്ട്. പിന്നെ നേരെ ടെയിൽ ലൈറ്റിൻ്റെ ഭാഗത്ത് കയറുമ്പോൾ ഇതാണ് വണ്ടിയുടെ ടെയിൽ ലാംപ്സ് വന്നിട്ടുള്ളത്. LED ടെയിൽ ലാംപ്സാണ് വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഇന്നോവൻ്റെ ഒരു ബാക്കത്തെ ഒരു ക്രോമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്നോവൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, ലോഗോ. പിന്നെ അതുപോലെ തന്നെ വിൻഷീൽഡ് ഏരിയ. പിന്നെ സ്പോയിലർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പോട് കൂടിയുള്ള സ്പോയിലറാണ് വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് വണ്ടിൻ്റെ ഓവറോൾ ഒരു റിയർ എന്നുള്ളൊരു വ്യൂ. പിന്നെ നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാണ് വണ്ടിൻ്റെ ഇപ്പുറ സൈഡ് എന്നുള്ളൊരു വ്യൂ. ഈ ഭാഗത്തായിട്ട് TRDൻ്റെ ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെ വീൽ ആർച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, 15 ഇഞ്ച് വീൽസ്. പിന്നെ ഈ ഭാഗത്ത് കയറി നിൽക്കേണ്ട ആ ഗ്രാഫിക് ഡിസൈൻസ് ഈ ഭാഗത്തു നിന്ന് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിൻ്റെ ഒരു ഓവറോൾ ഉള്ളൊരു ലുക്ക്. അപ്പോൾ ഇത്ര കണ്ടുപിൻ്റെ ഔട്ട് സൈഡിൽ പറയാനായിട്ടുള്ളത്. നമുക്ക് ഇൻറ്റീരിയറിൽ പോയിട്ട് അവിടെ നിന്ന് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ളൊരു വ്യൂ. ആദ്യം തന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ വണ്ടിൻ്റെ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഈ സ്റ്റിയറിംഗ് വീൽ കസ്റ്റമൈസ് ചെയ്താണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ മോമോൻ്റെ 3 സ്പോക്ക് വരുന്ന സ്പോർട്ടി ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിലാക്കിയെടുത്താണ്, ഒരു ജോയ്സ്റ്റിക്ക് ലെവലിലാക്കിയെടുത്താണ് ഈ സ്റ്റിയറിംഗ് വീല്. അപ്പോൾ ഇത് ടേൺ ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല, സാധാ നോർമൽ സ്റ്റിയറിംഗ് പോലെ തന്നെയാണ്. പക്ഷേ അതൊന്ന് എയിം ആവണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യങ്ങൾ. അതിൻ്റെ ക്ലസ്റ്ററിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അതാണ് വണ്ടിൻ്റെ ക്ലസ്റ്റർ വന്നിട്ടുള്ളത്. നോർമൽ ഇന്നോവയിലൊക്കെ വന്നിരുന്ന ക്ലസ്റ്റർ തന്നെയാണ്. പിന്നെ ഈ ഭാഗത്ത് വെച്ചൊരു 10 ഇഞ്ച് ആൻഡ്രോയിഡ് സ്റ്റീരിയോ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്യുമ്പോഴുള്ളൊരു ഗുണങ്ങൾ എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാനൽസൊക്കെ പുതിയതാണ് ഈ സ്റ്റീരിയോ ചെയ്യുമ്പോൾ വരിക. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഈ ഒരു സ്റ്റീരിയോ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇന്നോവയിൽ വന്നിട്ടുള്ള ഒരു ഗിയർ ബോക്സ് എന്ന് പറയാനായിട്ട് ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നിട്ടുള്ളത്. അത് സ്പാർക്കോ ഗിയർ നോബ്സ് ആക്കിയിട്ടുണ്ട്, ഗിയർ നോബ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീഫോറിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 12 വോൾട്ട് ഔട്ട്പുട്ടും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ആസ്ട്ര കൊടുത്തിട്ടുണ്ട്. പിന്നെ AC നോബ്സും കാര്യങ്ങളൊക്കെ വേറെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഭാഗത്ത് വരുമ്പോൾ റിയർ വ്യൂ മിറർ. പിന്നെ ഇവിടെ ഇതിൻ്റെ റൂഫൊക്കെ ഫുള്ളി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ബ്ലാക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റൂഫിലൊക്കെ. പിന്നെ സീറ്റിൽ കാര്യമെല്ലാം മാറ്റുന്നില്ല, സ്റ്റോക്ക് സീറ്റ്സ് തന്നെയാണ്. അതിൽ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. നേരെ റിയർ വ്യൂക്ക് നോക്കുമ്പോൾ കാര്യങ്ങളായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. സ്റ്റോക്ക് 8 സീറ്റർ ഇന്നോവയിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അത്ര കാര്യങ്ങളാണ് ഈ ഇന്നോവൻ്റെ വീഡിയോയിൽ പറയായിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മോഡിഫൈ ചെയ്ത വണ്ടികളുടെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക.